നാളെ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാൻ വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി വോട്ടർമാർ കൂട്ടത്തോടെ എത്തിത്തുടങ്ങി. മിക്കവരും കാറിലും ബസ്സിലും ട്രെയിനിലും കയറി നാട്ടിലെത്താനുള്ള തിരക്കിലാണ്. ഗൾഫിലുള്ള പ്രവാസി വോട്ടർമാരിൽ കൂടുതലും ചാർട്ടേഡ് വിമാനങ്ങളിൽ നാട്ടിലെത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ രാത്രിയിലും വെളുപ്പിനെയുമായി എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ മുന്നണികളും വിവിധ സംഘടനകളും. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്താൻ കേരള KSRTCയും കർണാടക KSRTCയും 10ലധികം സർവീസുകളാണ് നടത്തുന്നത്. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, മലപ്പുറം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്കാണ് ബസ്സുകൾ സർവീസുകൾ നടത്തുന്നത്. തിരക്കേറിയ സീസണായതിനാൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ കാർ പൂളിംഗ് ക്രമീകരണങ്ങളുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലെത്താൻ 2 സ്പെഷ്യൽ ട്രെയിനുകളും അനുവദിച്ചിട്ടുണ്ട്. വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ സ്വന്തം നിലയ്ക്ക് വാഹനങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ് വിവിധ പാർട്ടികളും സ്ഥാനാർത്ഥികളും. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ വിവിധ സംഘടനകൾ മുൻകൈ എടുത്തിട്ടുണ്ട്. പ്രവാസി സംഘടനയായ കേരള മുസ്ലിം കൾച്ചർ സെൻ്ററിൻ്റെ, അതായത് KMCCയുടെ നേതൃത്വത്തിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ പ്രവാസികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം ആദ്യവാരത്തിൽ 180 വോട്ടർമാരടങ്ങുന്ന വിമാനമാണ് കോഴിക്കോട് പറന്നെത്തിയത്. ദുബായിൽ നിന്ന് 122 വോട്ടർമാരുമായി മറ്റൊരു വിമാനം കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിരുന്നു. അബുദാബിയിൽ നിന്നും റാസൽ ഖൈമിൽ നിന്നും KMCCയുടെ നേതൃത്വത്തിൽ 2 വിമാനങ്ങൾ കൂടി രാത്രിയിലും വെളുപ്പിനുമായി എത്തും. കനത്ത മത്സരം പ്രതീക്ഷിക്കുന്ന മലബാറിലേക്കാണ് വോട്ടർമാരായ പ്രവാസികളുടെ കുത്തൊഴുക്ക്. കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 36,000 പ്രവാസി വോട്ടർമാർ ഉണ്ടെന്നാണ് കണക്ക്. ഏതായാലും ഇത്തവണ പോളിംഗ് ശതമാനം ഉയർത്താനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. ഒരു വോട്ട് പോലും പാഴാക്കാതെ കൃത്യമായി വോട്ടർമാരെ എത്തിച്ച് വോട്ട് ചെയ്യിക്കാനാണ് ഓരോ സ്ഥാനാർത്ഥികളും ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥികളിൽ പലരും വോട്ട് തേടി പ്രവാസികളെ നേരിട്ട് കാണാൻ വിദേശ രാജ്യങ്ങളിൽ വരെ പോയിരുന്നു. അതിൽ ഷാബി പറമ്പിൽ ഒരു വിദേശ രാജ്യത്ത് പോയി വോട്ട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു.